മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ വൈകുന്നേരം ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ ഒരു പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായി. 1982 വിജയദശമി ദിവസം മാനനീയ പരമേശ്വർജി സ്ഥാപിച്ച ഭാരതീയ വിചാരകേന്ദ്രം ഭാരതീയ വിചാരത്തിൻ്റെ, ഇന്ത്യൻ തോട്ട്സിൻ്റെ ഒരു ധർമ്മമായ ചൈതന്യ പ്രകാശ കേന്ദ്രമാണ്. അത് IT പാർക്കിൽ, കേരളത്തിലെ കഴക്കൂട്ടത്തുള്ള ടെക്നോ പാർക്കിൽ ആയിരക്കണക്കിന് യുവാക്കൾ നമ്മുടെ സന്ദേശങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനുമായിട്ട് നിരന്തരം ഇൻവോൾവ് ചെയ്യുന്ന അങ്ങനെയുള്ള ഗ്രൂപ്പും ലോക്കൽ ആൾക്കാരും എല്ലാവരും ചേർന്നിട്ടായിരുന്നു ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ആ ഒരു പരിപാടിയിൽ എന്താണ് ഭാരതീയ വിചാരം എന്ന് പോയിന്റ് ബൈ പോയിന്റ് വിവരിച്ചു കൊടുത്തത് ചിന്തിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള സംതൃപ്തിയോടുകൂടിയാണ് ആ വലിയ സദസ്സിലുള്ളവര് സ്വീകരിച്ചത്. ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറത്തുള്ള സംതൃപ്തി എന്ന് ഞാൻ പറഞ്ഞത് പോയിന്റ് ബൈ പോയിന്റ്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഭാരതത്തിലുണ്ട്. മറ്റു മതങ്ങൾക്ക് ഒരു പുസ്തകമേ ഉള്ളൂ. ആയിരക്കണക്കിന് ആചാര്യന്മാർ നമുക്കുണ്ട്. മറ്റു മതങ്ങൾക്ക് ഒരാചാര്യനേ ഉള്ളൂ. ആയിരക്കണക്കിന് വിഷയങ്ങൾ നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. മറ്റു മതങ്ങളിൽ ആത്മീയത, ദൈവം എന്നൊരു വിഷയമേ ഉള്ളൂ. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പൈതൃകത്തോടു കൂടിയാണ് ഈ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ഒരൊറ്റ കാലഘട്ടത്തിൽ എഴുതിയ ഒരു ഗ്രന്ഥമേ ഉള്ളൂ. നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും അത്യാവശ്യമെങ്കിൽ കറക്ഷനും വരുത്തിയിട്ടുണ്ട്. മറ്റ് മതങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്താൻ സ്വാതന്ത്ര്യം ഇല്ല. അതവർ അനുവദിക്കുകയുമില്ല. നമ്മൾ എന്നും പറഞ്ഞിരുന്നു, എവിടെയെല്ലാം നന്മകളുണ്ടോ അതെല്ലാം സ്വീകരിക്കണം. ആനോ ഭദ്രാഹ കൃതവോ എന്തു വിശ്വതഃ, ലെറ്റ് നോബിൾ തോട്ട്സ് കം ടുവേർഡ്സ് അസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിൽ എവിടെയെല്ലാം ഉണ്ടോ നന്മകള് അതെല്ലാം നമ്മളിലേക്ക് വന്നു ചേരണം. മറ്റ് മതങ്ങള് നമ്മളുടെ ഗ്രന്ഥങ്ങളിലുള്ളതല്ലാതെ മറ്റുള്ളത് വായിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ദൈവത്തെ അല്ലാതെ മറ്റു ദൈവത്തെ ആരാധിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ വഴിയിലൂടെ പോയാലേ സ്വർഗത്തിലേക്ക് എത്തുള്ളൂ. നമ്മളുടെ ആചാര്യൻ പറയുന്നത് മാത്രമേ കേൾക്കാവൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് സാധാരണക്കാർക്ക് ധന്യമായിട്ടുള്ള ജീവിതം നയിക്കാൻ ആവശ്യമായിട്ടുള്ള പുരാണങ്ങളില് ആയിരക്കണക്കിന് കഥകള്, ആ കഥകളിൽ നിന്ന് ജീവിത സന്ദേശം, സ്വർഗത്തിലേക്ക് പോകാനുള്ള സന്ദേശമല്ല, നരകത്തിലേക്ക് പോകാതിരിക്കാനുള്ള സന്ദേശമല്ല, ദൈവത്തിന്റെ കൂട്ടത്തിൽ കുറെ കാലം താമസിക്കാനുള്ള സന്ദേശമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ മഹത്തായ, ധന്യമായ, ഉജ്ജ്വലമായിട്ടുള്ള ഒരു ജീവിത ശൈലിയാക്കി മാറ്റാൻ വേണ്ടി ഉള്ള സന്ദേശങ്ങളാണ് കഥാരൂപത്തില്. അതിൽ വ്യക്തിയുടെ മനസ്സിൽ മാറ്റം വരുത്താൻ, വ്യക്തിയുടെ ആരോഗ്യ തന്തുക്കളിൽ മാറ്റം വരുത്താൻ, കുടുംബ ജീവിതത്തെ ധന്യമാക്കാൻ, ഓരോ വീട്ടിലും അമ്മയുടെ ധർമ്മം, അച്ഛന്റെ ധർമ്മം, മക്കളുടെ ധർമ്മം, സഹോദരന്മാരുടെ ധർമ്മം, പത്നീധർമ്മം, ഭർത്തൃധർമ്മം, ഇതെല്ലാം പദാനുപദം കഥകളിലൂടെ വിവരിച്ച് നമുക്ക് പുരാണങ്ങൾ എഴുതി തന്നിരിക്കുന്നു. ആ പുരാണങ്ങളിലെ കഥകള് എല്ലാ വർഷവും പല 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 ക്ഷേത്രങ്ങളില്, അല്ലെങ്കിൽ ആശ്രമങ്ങളില്, അല്ലെങ്കിൽ പൊതുവേദികളില് നടത്താറുണ്ട്. പ്രവചനങ്ങളായിട്ട് സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. പഠിച്ചവര് അവരെത്രത്തോളം പഠിച്ചിട്ടുണ്ടോ അത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന മഹായജ്ഞം. എല്ലാ വർഷവും ശരീരം എങ്ങനെയാണോ ആ ശരീരത്തിൽ ചെളി വരുമ്പോൾ വീണ്ടും വീണ്ടും കുളിച്ച് വൃത്തിയാക്കേണ്ടത്, മനസ്സിനകത്ത് തിന്മകൾ അടിയുമ്പോൾ എല്ലാ വർഷവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും സന്ദേശങ്ങൾ കേട്ട്, കഥകൾ കേട്ട് മനുഷ്യ മനസ്സിനെ
തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകലാണ് ഭാരതീയ വിചാരം. മഹാഭാരതത്തിലെ അനുഭവങ്ങളും കഥകളും എങ്ങനെയാണ് മഹാഭാരതത്തിനെ വിവരിക്കേണ്ടത്, പഠിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ 160,000 ശ്ലോകങ്ങളിലൂടെ തനി മൃഗങ്ങളുടെ കഥകളും 165,000 ശ്ലോകങ്ങളിലൂടെ പാണ്ഡവരുടെയും കൗരവരുടെയും ജീവിതാനുഭവങ്ങളും വിവരിച്ചിരിക്കുന്ന ധന്യമായിട്ടുള്ള മാനേജ്മെന്റ്, ലൈഫ് മാനേജ്മെന്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടത്. പോസിറ്റീവ്സ് എന്താണ്, നെഗറ്റീവ്സ് എന്താണ്, അഡോപ്റ്റബിൾ എന്താണ്, നോൺ അഡോപ്റ്റബിൾ എന്താണ്, യൂസ്ഫുൾ എന്താണ്, യൂസ്ലെസ് എന്താണ്, ഇതെല്ലാം കഥകളിലൂടെയും അതുപോലെ തന്നെ ജീവിതാനുഭവങ്ങളിലൂടെയും വിവരിക്കുന്ന മഹാഭാരതം. ഇന്നത്തെ കഥകളൊന്നുമില്ലാതെ ധന്യമായിട്ടുള്ള രീതിയിലുള്ള ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്ന രാമായണത്തെക്കുറിച്ച് വിവരിച്ചു. പിന്നെ വേദത്തെക്കുറിച്ച് വിവരിച്ചു. മറ്റെല്ലാ മതങ്ങളും മറ്റെല്ലാ വിഷയങ്ങളും, അത് ആധുനിക ശാസ്ത്ര വിഷയങ്ങളാണെങ്കിലും പുരാതന വിഷയങ്ങളാണെങ്കിലും, മനുഷ്യൻ പുറകിൽ നിന്ന് മുമ്പോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ പ്രാകൃതമായ മനുഷ്യൻ ശരിക്ക് സംസ്കൃതമായിട്ടുള്ള സംസ്കരിക്കപ്പെട്ട മനുഷ്യനായിട്ട് റിഫൈൻ ചെയ്യപ്പെടുമ്പോൾ, അറിവ് കൂടി 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 വന്നിട്ടാണ് മനുഷ്യൻ റിഫൈൻ ആവുന്നത്. അതാണ് മനുഷ്യന്റെ എവല്യൂഷൻ എന്ന് പറയുന്നത്. 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കെമിസ്ട്രി അല്ല 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കെമിസ്ട്രി, 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കെമിസ്ട്രി അല്ല BScക്കും MScക്കും പഠിപ്പിക്കുന്ന കെമിസ്ട്രി. മനുഷ്യന്റെ എവല്യൂഷൻ, നമ്മുടെ കുടുംബത്തിന്റെ എവല്യൂഷൻ, നമ്മുടെ സമൂഹത്തിന്റെ എവല്യൂഷൻ എല്ലാം ലോകമെമ്പാടും ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്കാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ അറിയാം, നിങ്ങളൊരു 60 വർഷം മുമ്പ് ജീവിച്ചിരുന്ന വീട്ടിലുള്ള സുഖസൗകര്യങ്ങളല്ല ഇന്നുള്ളത്. അടിമുടി മാറിയിട്ടുണ്ട്. അതായത് വളരെയധികം പരിമിതികളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും വേദനകളുമുള്ള അവസ്ഥയിൽ നിന്ന് അതെല്ലാം കുറവുള്ള ആധുനിക സൗകര്യമുള്ള അവസ്ഥയിലേക്കുള്ള പ്രയാണമാണ് എപ്പോഴും സംഭവിക്കുക. പക്ഷേ പ്രകൃതിയുടെ നിയമം എന്താണ്? പ്രകൃതിയുടെ നിയമം നോക്കാം. മലമുകളിൽ വീഴുന്ന മഴവെള്ളമാണ്, അല്ലെങ്കിൽ മലമുകളിലുള്ള ഐസാണ് ഉരുകിയിട്ട് വെള്ളം താഴത്തേക്ക് ഒഴുകുന്നത്. അപ്പൊ ആദ്യം വെള്ളത്തിന്റെ അക്യൂമുലേഷൻ ഉണ്ടായത് മലയുടെ മുകളിലാണ്. അതേപോലെ സൂര്യനിൽ നിന്നാണ് ചൂട് നമുക്ക് ലഭിക്കുന്നത്. ആദ്യം ഉണ്ടായത് സൂര്യനാണ്. ഉയർന്ന താപമുണ്ടായ ആ സൂര്യനിൽ നിന്ന് താപം കുറഞ്ഞുള്ള ഭൂമിയിലേക്ക് ആ സൂര്യന്റെ പ്രകാശം എത്തുന്നു. അപ്പൊ പ്രകാശം വരുന്നത് ഹയർ ഏൻഷ്യന്റ് സോഴ്സിൽ നിന്ന് ലോവർ പ്രസന്റ് റിക്വയർമെന്റിലേക്കാണ്. അതുപോലെ തന്നെയാണ് വെള്ളം ഒഴുകുന്നത്. അറിവും അങ്ങനെ തന്നെയാണ്. ഏത് സമൂഹത്തിലും ഏത് വീട്ടിലും അല്ലെങ്കിൽ സ്കൂളിലും വിദ്യാലയത്തിലും അറിവുള്ള അധ്യാപകര് അറിവ് കുറഞ്ഞവർക്ക് അറിവ് കൊടുത്തുകൊണ്ടുവരുന്നു. ഇപ്പൊ ഹയർ ലെവലിൽ നിന്നാണ് ലോവർ ലെവലിലേക്ക് പ്രകൃതിയുടെ പ്രതിഭാസം. ബാക്കി മനുഷ്യന്റെ പ്രവൃത്തികളെല്ലാം തിരിച്ചാണ്, ലോവറിൽ നിന്ന് ഹയറിലേക്കാണ്. പണ്ട് ഓടിച്ചിരുന്ന കാറല്ല ഇന്ന് ഓടിക്കുന്ന കാറ്. പണ്ട് ഉപയോഗിച്ചിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കുന്ന രീതി അല്ല ഇന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കുന്നത്. ഇപ്പം മനുഷ്യന്റെ പ്രവൃത്തി ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക്, പ്രകൃതിയുടെ പ്രവൃത്തി ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക്. അതുകൊണ്ടാണ് ഭാരതത്തിൽ ആദ്യമുണ്ടായത് പുരാണങ്ങളല്ല, ഭാരതത്തിൽ ആദ്യം ഉണ്ടായത് മഹാഭാരതമല്ല, ആദ്യം ഉണ്ടായത് വാൽമീകി രാമായണമല്ല, ആദ്യം ഉണ്ടായത് വേദങ്ങളാണ്. ആ വേദങ്ങള് ഏറ്റവും കട്ടിയുള്ളതാണ്. ഇന്നത്തെ തലമുറ ഇഷ്ടമായി പുരാണങ്ങൾ വായിക്കുകയോ കേൾക്കുകയോ വിവരണങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവുകയോ ചെയ്തിട്ടുണ്ട്. അവർക്ക് പഠിക്കാൻ സാധിക്കുകയും ചെയ്യും. മഹാഭാരതത്തിലെ ധാരാളം കാര്യങ്ങൾ പഠിക്കുന്നവരുണ്ട്. രാമായണം കർക്കിടക മാസത്തിൽ വായിക്കുന്നവരും വായിക്കുന്നത് കേൾക്കുന്നവരും അതിലെ വിവരണങ്ങൾ കൊടുക്കുന്നവരും ഉണ്ട്. വിവരണങ്ങൾ കൊടുക്കുന്നത് മനസ്സിലാക്കാൻ ആർക്കും ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ വേദം പഠിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ ശരിക്ക് അതത്ര എളുപ്പമല്ല. 3 തരത്തിലുള്ള അർത്ഥമുണ്ട്. സ്വരം തെറ്റരുത്, അക്ഷരശുദ്ധി ഉണ്ടാവണം, അടുക്കും ചിട്ടയും ഉണ്ടാവണം. അത് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അറിവ് മലമുകളിൽ എങ്ങനെയാണോ വെള്ളമുണ്ടായത്, എങ്ങനെയാണോ കത്തിജ്വലിക്കുന്ന സൂര്യനിൽ പ്രകാശമുണ്ടാവുന്നത്, എങ്ങനെയാണോ സ്വതസിദ്ധമായിട്ടുള്ള അറിവുകളുണ്ടെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, ആ ഉയർന്ന സോഴ്സ് ആദ്യം ഉണ്ടായത് ഭാരതത്തിലാണ്. ഉയർന്ന സോഴ്സ് ഓഫ് നോളജ് ആദ്യം ഉണ്ടായത് ഭാരതത്തിലാണ്.
അപ്പൊ ആദ്യം വേദങ്ങളുണ്ടായി, അതോടൊപ്പം തന്നെ ഉപനിഷത്തുക്കളുണ്ടായി, വേദാന്തങ്ങള് വേദത്തിന്റെ ഭാഗമായിട്ട്. അവിടെ നിന്ന് വേദങ്ങൾ എല്ലാവർക്കും മനസ്സിലാവില്ല, പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്, അതിനടുക്കും ചിട്ടയും വേണം. അത്രയും സ്ട്രിഞ്ചന്റ് റൂൾസ് നിലനിർത്തിക്കൊണ്ട് ഒരു 10,000-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ആ വേദം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞതുകൊണ്ട് വൈദിക ചിന്താധാരകള്, ധാർമ്മിക ചിന്താധാരകളെ ശരിക്ക് ഗംഭീരമായിട്ടുള്ള ജീവിത രൂപത്തില് അപ്ലൈഡ് വേദിക് മാനേജ്മെന്റ് ആയിട്ട് അത് മുഴുവനും രാമായണത്തില് രാമനുമായി ബന്ധപ്പെട്ട പ്രധാന 20 വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളായിട്ട് വിവരിച്ചു. അത് കട്ടിയുള്ള ഭാഷ, ഗംഭീരമായിട്ടുള്ള പ്രസന്റേഷൻ. അത് അതേപോലെ മനസ്സിലാക്കാൻ കുറേയൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് ജീവിതാനുഭവങ്ങള് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് താഴെ വന്ന് ത്രേതായുഗത്തില് രാമായണം എഴുതി, അതിനുശേഷം വന്ന ദ്വാപരയുഗത്തില് 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം എഴുതി. ആ മഹാഭാരതത്തില് കഥകളും അനുഭവങ്ങളും ചേർത്തു. അത് കുറെ കൂടി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നവർക്ക് വെറും കഥകൾ മാത്രം ചേർത്ത് ഈ കലിയുഗ ആരംഭത്തില്, കലിയുഗം ആരംഭിച്ചത് 5118 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോ 5118 വർഷത്തെ റീസെന്റ് ചരിത്രത്തില് കുറെ പുരാണങ്ങള് കഥകളായിട്ട് എഴുതി. ഇതിനെ നമ്മൾ പറയുന്ന പേര് ഡെവല്യൂഷൻ എന്നാണ്. ലോകത്തിലെ മറ്റെല്ലാ മതങ്ങളും അല്ലെങ്കിൽ എല്ലാ സംസ്കാരങ്ങളും എല്ലാ ജനസമൂഹവും എല്ലാ രാജ്യവും എവല്യൂഷനിലൂടെ പോയപ്പോൾ അറിവിന്റെ കാര്യത്തിലും ആത്മീയതയുടെ കാര്യത്തിലും ഭാരതീയത്തില് ഡെവല്യൂഷനാണ്. ആദ്യം ഉണ്ടായത് വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ചിന്താധാരകളാണ്. പിന്നീട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിനെ ലോവർ ലെവലിലേക്ക് കൊണ്ടുവന്നു. പ്രിന്റഡ് നോട്ട് കൊടുത്ത് ഈ ഗ്രന്ഥങ്ങളെ കുറിച്ച് 2000-ഓളം അടിസ്ഥാന ഗ്രന്ഥങ്ങള്, അതിന് 10,000-ഓളം വ്യാഖ്യാനങ്ങള്, അതിന് 1,00,000-ഓളം ഉപാഖ്യാനങ്ങള്, 2000-ഓളം അടിസ്ഥാന ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തില്, 10,000-ഓളം വ്യാഖ്യാനങ്ങൾ സംസ്കൃതത്തില്, 1,00,000-ഓളം ഉപാഖ്യാനങ്ങള് ഭാരതീയ 22 ഭാഷകളില്. ഇതെല്ലാം എഴുതിയത് വ്യത്യസ്ത നിലവാരത്തിലുള്ള ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനാണ്. ഒരു ക്രിസ്ത്യാനിയോ മുസ്ലിമോ വളരെ സ്കൂളിൽ പോകാത്ത വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തിക്കും അവരുടെ ഖുറാനും ബൈബിളുമേ പഠിക്കാനുള്ളൂ. PhD എടുത്ത ആൾക്കും IAS കാരനും IFS കാരനും MBBS MD FRCS എടുത്ത ആൾക്കും അതേ ബൈബിളിന്റെ നിലവാരത്തിലേ നിൽക്കാൻ പറ്റുള്ളൂ. ഏറ്റവും അധികം താഴെക്കടയിലുള്ളവനും ഏറ്റവും ഉയർന്നവനും ഒരു പുസ്തകമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കാം. 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അതേ കെമിസ്ട്രി തന്നെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു എന്ന് വിചാരിക്കാം. അതേ കെമിസ്ട്രി BSc കാർക്കും MSc കാർക്കും പഠിപ്പിച്ചു എന്ന് വിചാരിക്കാം. അത് സാധിക്കില്ലല്ലോ. ഇന്ന് അതല്ലല്ലോ പ്രാക്ടിക്കല്. ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ ഹയർ ലെവലിലുള്ള നോളജ് കൊടുക്കണം, അത് ഉണ്ടായിരിക്കണം കൊടുക്കാൻ പാകത്തിന്. അതാണ് ഭാരതത്തിന്റെ തത്വചിന്തകൾ. സാധാരണക്കാർക്ക് ഒരു ലെവലിലുള്ള ഗ്രന്ഥം കുറെ കൂടി ഉയരുമ്പോൾ ഗ്രന്ഥത്തിന്റെ നേച്ചറും കണ്ടന്റും മാറുന്നു. അത് ഉയർന്നുയർന്ന് ഉപനിഷത്തിന്റെ ലെവലിലേക്ക് വരെ എത്തുന്നു. അവിടെ ശരിക്കും പറഞ്ഞാൽ യഥോ വാചോ നിവർത്തന്തി അപ്രാപ്യ മനസാസഹ, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള നിലവാരത്തിലുള്ള അറിവുകളിലേക്കാണ് ഈ 5ാമത്തെ ലെവലില് ഉപനിഷത്തിന്റെ ലെവലിൽ എത്തുന്നത് എന്ന് ഞാൻ വിവരിച്ചു. എന്നിട്ട് അനാവശ്യമായ അനാചാരങ്ങളെ കുറിച്ച് പറഞ്ഞു. ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്ന ദുരാചാരങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്ന ആചാരങ്ങളെ കുറിച്ച് വിവരിച്ചു. ഇതെല്ലാം വിവരിച്ചു കഴിഞ്ഞ് പ്രിന്റഡ് നോട്ട് കൊടുത്തു എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായല്ലോ. ആ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കിട്ടിയ ഒരു സംതൃപ്തി, അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തനം, അടുക്കും ചിട്ടയുമുള്ള സംവിധാനം. എനിക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കാത്ത അത്രയും അനുഭവങ്ങളാണ് ഇന്നലത്തെ 2 പ്രഭാഷണത്തില്. ആദ്യത്തെ പ്രഭാഷണം ടാക്സ് കൺസൾട്ടന്റും പ്രാക്ടീഷണേഴ്സിന്റെയും സമ്മേളനം ഇംഗ്ലീഷില് 1 മണിക്കൂർ 1.25 മണിക്കൂർ ക്ലാസ് എടുത്തത്. വൈകുന്നേരം ശുദ്ധ മലയാളത്തില് ഭാരതീയ വിചാര കേന്ദ്രത്തിന് വേണ്ടിയെടുത്ത ക്ലാസ്. അവിസ്മരണീയമായ അനുഭവം. അത് ഞാൻ നിങ്ങളോട് വിവരിച്ചത് എന്തിനാണെന്ന് കഴിഞ്ഞ
പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി. സന്തോഷമുണ്ട്. ഏതായാലും ധന്യമായിട്ടുള്ള അനുഭവങ്ങളുടെ പരമ്പരയാണ് ഈ ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ കിട്ടുന്നത്. വെറും സാധാരണക്കാരനും തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ട് റോട്ടിൽ ജീവിച്ചുകൊണ്ട് പോകുന്ന ഗോപാലകൃഷ്ണനെ, ഒരു ഹോട്ടൽ സപ്ലയറായ ഗോപാലകൃഷ്ണനെയൊക്കെ സമൂഹം ഈ ഭാരതീയ പൈതൃകത്തിൻ്റെ ഋഷീശ്വരന്മാരും നൽകിയിരിക്കുന്നത് ഒരു കാരിയർ പോലെ. നിമിത്തമാത്രം ഭവ സവ്യസാചിൻ എന്ന് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു. നീ ഒരു ഉപകരണം മാത്രമാണ്. ആ ഉപകരണമാണെന്ന് ഞാൻ ആലോചിച്ചും ചിന്തിച്ചും കൊണ്ട് നമ്മുടെ പൂർവികർ നൽകിയിരിക്കുന്ന അറിവ് ഇങ്ങനെ മുമ്പിലിരിക്കുന്നവർക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു അനുഭൂതി ജീവിതത്തിലും മറ്റൊന്നിലും കിട്ടില്ല എന്നനുഭവിച്ചറിയാൻ സാധിച്ചത് നിങ്ങളെപ്പോലെയുള്ളവരുടെ സഹകരണവും അനുഗ്രഹവും കൊണ്ടുകൂടിയാണെന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.